ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് 75ാമത് ചെറുപ്പ് മഹോത്സവം കോട്ടമുറി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നോട്ടീസാണ്. ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചെറുപ്പ് മഹോത്സവം നടക്കുകയാണ്. അവിടെ ഭാഗ്യയുടെ ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവുകയും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിപ്പം നിൽക്കുന്നത് അടൂരാണ്. അടൂർ നൃത്താഞ്ജലിയിലേക്ക് പോവാണ്. അവിടെ ഡാൻസ് കോസ്റ്റ്യൂമൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് റോഡിന് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോകണം. അവിടെയാണ് നൃത്താഞ്ജലി സ്റ്റുഡിയോ. അതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ റെൻറ്റിൽ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഭാഗ്യയുടെ ഒരു സൈസിനൊത്ത് എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും അവിടെ നിന്നൊരു ഡ്രസ്സ് ഞാൻ സംഘടിപ്പിച്ചു. പിന്നെ ഓർണമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ടി വന്നില്ല, കാരണം കയ്യിൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 1-2 ഓർണമെൻറ്റ്സ് മാത്രം മതിയായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സാണ് ഞാൻ എടുത്തത്. അത് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്തൊക്കെ വെച്ചു. നമ്മൾ ഇത് ഡിസംബർ 20-ന് ചെയ്യുന്നതാണ്. 21-നാണ് പ്രോഗ്രാം. നമ്മൾ ഇവിടുന്ന് തന്നെ മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. രാത്രി 7:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറത്തെ പ്രോഗ്രാമുണ്ട്. കുറേ കുട്ടികളുടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിനകത്ത് ഭാഗ്യം ഒരു 2 പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഒന്ന് 4-മത്തതും ഒന്ന് 8-മതൊക്കെ ആയിട്ട് ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞായിരുന്നു. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും ഓൾറെഡി അവിടെ പ്രോഗ്രാമിൻ്റെ ചാർട്ടൊക്കെ ആയി. അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷം അവർ ഇങ്ങോട്ട് വിളിച്ചു ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്കപ്പോൾ ഇങ്ങോട്ടൊരു ചോദിച്ചപ്പോൾ നമ്മളത് ഓക്കെ പറഞ്ഞ് അങ്ങനെ 2 പ്രോഗ്രാം ചെയ്യുകയാണ്. ഇത് ഭാഗ്യയ്ക്ക് 1-2 പ്രോഗ്രാമിൽ അവൾക്ക് മേക്കപ്പ് ഇട്ട് തന്ന കുട്ടി തന്നെയാണ് അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അവളുടെ വീട്ടിൽ കൊണ്ടാക്കി ഞാനും ഏട്ടനും കൂടെ. ഏകദേശം 2-2.5 മണിക്കൂറിനുള്ളിൽ അവിടെ ഫേസ് മേക്കപ്പും ഹെയർ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോയത്. വൈകിട്ട് ഒരു 6 മണിയാവോളമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. 7:30ക്കായിരുന്നു പ്രോഗ്രാം. അപ്പോൾ കുറച്ച് ഹറിബറിയായിട്ടാണ് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയത്. രാവിലെ അവൾക്ക് അബാക്കസിൻ്റെ ക്ലാസ്സും അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വന്നു ചേഞ്ചൊക്കെ ചെയ്തു. ഏകദേശം ഒരു 6 മണിയൊക്കെ അടുത്തു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. സ്വപ്നം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. വണ്ടി കയറി പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേന് സ്വപ്നം ഉണർന്നിട്ട് ഇങ്ങനെ ഉറക്കച്ചവയിലിരിക്കുകയാണ്. അവൾ പിന്നെ പ്രോഗ്രാം ചെയ്യുന്ന പാട്ട് ഇട്ട് അവൾ ആ സ്റ്റെപ്പൊക്കെ റിമൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മയും കൂട്ടിയിട്ടാണ് നമ്മളെല്ലാവരും പോയിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി തന്നെ ഇനി എത്ര ഇരുട്ടിയാലും തിരിച്ചു വരണം. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം, സ്കൂളിൽ പോകണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ നമ്മളങ്ങനെ ഏകദേശം 7:15 ആയപ്പോഴത്തേക്കും നമ്മളവിടെ ചെന്ന് കേട്ടോ. ഫസ്റ്റ് പ്രോഗ്രാം നടക്കാൻ ജസ്റ്റ് തുടങ്ങിയ സമയത്ത് തന്നെ ചെന്നു. അതുകൊണ്ട് ഇതാണ് സ്റ്റേജും അവിടുത്തെ ആൾക്കാരും ഒക്കെയാണ്. ഇവിടുത്തെ കാണുന്ന ഒരു ആൽത്തറയിൽ ഒരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അവിടുത്തെ പരിപാടിക്കാണ് വന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഏട്ടൻ്റെ വീട് വരുന്നത്. അതുകൊണ്ട് അവിടെ ചെറുതായിട്ടൊരു കൃഷ്ണൻ്റെ വിഗ്രഹം കാണാൻ പറ്റും. അങ്ങനെ പ്രോഗ്രാമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുവാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലൊരു 10:30 ആയപ്പോഴത്തേനും ഇറങ്ങി. അപ്പോൾ വീട്ടിൽ വെച്ച് കുറച്ച് കേക്ക് കട്ടിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയും വീഡിയോസൊക്കെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമേ.